ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്നറിയാമോ? ഉണ്ണീശോയോടൊപ്പം ഞാൻ കണ്ട വയനാട്. മോളെ, അല്ലെങ്കിൽ ആ പഴയ പേപ്പറുകൾ ഒന്ന് ഒതുക്കി വെച്ചേ. ഹോ, ക്ലാസ് വിട്ട് വന്ന് ചായ കുടിക്കുന്നേ ഉള്ളൂ, അപ്പോഴേക്കും അമ്മ എനിക്കിട്ടൊരു പണി തന്നു. അലസമായി കിടക്കുന്ന പേപ്പറുകൾ ഓരോന്നായി അടക്കി വെക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ വയനാട്ടിലെ ദുരന്തത്തിന്റെ വാർത്തയും ചിത്രങ്ങളും നിറഞ്ഞ അന്നത്തെ പത്രം ഞാൻ കണ്ടു. തകർന്ന കഴുത്തോളം മല വെള്ളത്തിൽ ഒരു കൈ കൊണ്ട് മകളെയും കുഞ്ഞിനെയും പിടിച്ച് തടസ്സങ്ങളെല്ലാം മാറ്റി പുറത്തെത്തി കടക്കാൻ വിഷമിക്കുന്ന ഒരു അപ്പൂപ്പന്റെ ചിത്രം. മുൻപ് കണ്ടതാണെങ്കിലും മനസ്സിന് മായുന്നേയില്ല. കൊറോണ, വെള്ളപ്പൊക്കം, ഇപ്പോൾ ഈ ദുരന്തവും. ഇനിയൊരു ദുരന്തം. മക്കളെ, നിങ്ങളെ ഒന്നും ഈശോയെ വിളിക്കണം. അന്ന് നമ്മളെ അമ്മ ഓർമ്മിപ്പിച്ചു. ആ ഓർമ്മകളിൽ ചോരയിലൂടെ ഒരു നിമിഷം ഞാനും ഈശോയ്ക്കൊപ്പം നടന്നു. തെന്നി വീഴാതിരിക്കാൻ ഈശോയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എത്ര കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാ ഈ തകർന്നു കിടക്കുന്നത്. എത്ര നാളത്തെ സമ്പാദ്യമാ ഈ ചാലുകളിലൂടെ ഒലിച്ചു പോയത്. എത്രയെത്ര ജീവനുകളാ ഈ മണ്ണിനടിയിൽ ജീവിച്ചിരിക്കുന്നവരെ കണ്ണീരിലാഴ്ത്തി പുതഞ്ഞു കിടക്കുന്നത്. നമ്മെ പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയുമാണ് പ്രകൃതിയും. പ്രകൃതിയെ നശിപ്പിക്കരുത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടേ മക്കളെ? ഇവിടെ പള്ളികളും പള്ളിക്കൂടങ്ങളും വീടുകളും ഉണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് അതെല്ലാം ഓർമ്മയായില്ലേ? ഈശോ അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ കുഞ്ഞു സഹോദരങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ അമർത്തി ചവിട്ടാൻ എനിക്ക് ഭയമായി. ഒരു നിമിഷം ഞാൻ ഈശോയുടെ പിടിവിട്ട് നിന്നപ്പോൾ ഈശോ പറഞ്ഞു, മക്കളുടെ പ്രാർത്ഥനകളാ ഇവർക്ക് കൂട്ട്. എന്താ കണ്ണു നിറഞ്ഞത്? പടം നോക്കി കരയുകയാണോ? പുറകിൽ അമ്മയുടെ സ്വരം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ എങ്ങും ഈശോയിനെ കണ്ടില്ല. അമ്മ